സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അതിരടി സിനിമ കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. 2:30-ക്കുള്ള ഷോ. ഗംഗാ തിയേറ്ററിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ചൂട്, വെയിൽ, വിയർത്ത് കുളിച്ചിരിക്കണം, മുടിയൊക്കെ ഒരുമാതിരി കാറ്റടിച്ച്. KSRTC ബസ്സിലാണ് വന്നത്. ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് എടുക്കുക. ഇന്റർവെൽ ലൈഫ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു. സിനിമ കണ്ടിട്ട് വെളിയിറങ്ങി വീടെത്തിയിട്ട് റിവ്യൂ പറയാൻ കിട്ടില്ല. സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീടെത്തട്ടെ. അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ പറയുന്നത് പൊളിച്ച് റെഡിയായി എന്നിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നെ, കിട്ടില്ല സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്തിനാണ് പറയാനുള്ളത്, എന്തിനാ പറഞ്ഞാൽ സ്പോയിലറായി. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെന്ന് എനിക്കറിയാം. എഡിറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു റീലൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചാൽ കണക്ക് ഫാസ്റ്റ് ട്രാൻസിഷൻ ഒരുപാടിട്ട് കിട്ടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമയുടെ കഥയും കൊള്ളാം. ഞാൻ പറഞ്ഞ സ്പോയിലറായി പോകുന്ന അറിഞ്ഞൂടാ. 2 പേരുണ്ടെങ്കിൽ 2 പേർക്ക് ഒരു ഹാപ്പി എൻഡിങ്ങും കൊടുത്ത് കിടില എൻഡിങ്. ഇന്റർവെല്ലിൽ സത്യം പറഞ്ഞ ബേസിലൊക്കെ ഉണ്ടാകുന്നപ്പോൾ ചെറിയൊരു ലാഗ് അടിച്ചായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ടൊവിനോ വന്നതിന് ശേഷം സിനിമ കെയറിങ് പോയി. ഫസ്റ്റ് ഹാഫ് ഒരു പീക്കിൽ കൊണ്ടാണ് നിർത്തി വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ മെയ് മാസത്തിൽ കണ്ടതിൽ ഏറ്റവും കിടില സിനിമ. വെക്കേഷൻ കണ്ടതിൽ തന്നെ വാഴ 2 ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഈ വെക്കേഷനെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതലുള്ള സിനിമ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വിമർശനമായപ്പോൾ പറഞ്ഞുകൂടാ, ഫാക്ടറി ഓടുന്ന കാര്യം കിട്ടില്ല സിനിമ. അതൊരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പസിൽ അടക്കണ അടി, ക്യാമ്പസിന്റെ വെളിയിൽ അടക്കണ അടി. ബേസിൽ ജോസഫ് കിടിലും, അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും കിടിലും. പിന്നെ ഒരു കിടിലും ക്യാമിയോ ഉണ്ട്. ക്യാമിയോന്റെ പൊന്നോ, കുറെ പേര് ചിരിക്കാൻ കുറെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് വരെ. ഇമോഷനൊക്കെ കുറച്ചൊക്കെ ഇമോഷൻ ഉള്ളൂ. അപ്പൊ വലിയ ലാഗ് അടിപ്പിച്ചില്ല, അങ്ങനെ ഇമോഷൻ കാണിച്ച് എനിക്കൊന്നും കിടിലാണ് ഇഷ്ടപ്പെട്ടു. എടുത്തു വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പിന്നെ പാട്ട്, BGM ഒരു രക്ഷയില്ല. ബേസിലിന്റെ ഇതെനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഫെജോര പാട്ടൊക്കെ കൊള്ളായിരുന്നു. അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചു പോയതേ ഉള്ളൂ. പക്ഷേ ടൊവിനോയ്ക്ക് ഒരു കിഡിലെ BGM ഉണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കും. എൻ്റെ പൊന്നെ, കിഡിലെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ മസ്റ്റ് വാച്ച് സിനിമയാണ്. ഞാൻ ഇനി കൂടുതൽ പോസിറ്റീവ് പറഞ്ഞു. ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇനി നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.